നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം 2026 ഹിസ്റ്ററി എഴുതുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് +2 ഹിസ്റ്ററിയിൽ കഴിഞ്ഞ 2 കൊല്ലങ്ങളിലായിട്ട് സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. സോ ആദ്യം ഇംഗ്ലീഷിലും പിന്നെ മലയാളത്തിലും പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ലെന്ത് ഇത്തിരി കൂടുതലായിട്ട് ഫീൽ ചെയ്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പാർട്ട് എടുത്ത് കാണുക കേട്ടോ. ഓക്കെ, നോക്കൂ, ആദ്യത്തെ ചോദ്യം മാച്ച് ദ ഫോളോവിങ് ആണ്. ഓക്കെ, സോ ഇവിടെ ഗ്രേറ്റ് ബാത്ത് തന്നിട്ടുണ്ട്. ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മോഹൻജദാരോയായിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത് അല്ലേ. അപ്പം ഞാനതൊന്ന് മാർക്ക് ചെയ്ത് തരാം. ഗ്രേറ്റ് ബാത്ത് മോഹൻജദാരോയാണ് വരിക. വാട്ടർ റിസർവെയർ എന്ന് പറയുമ്പോൾ ധോളവീരയിലാണ് വരുന്നത് അല്ലേ, ധോളവീരയിൽ വരുന്നു. പ്ലഫ്ഡ് ഫീൽഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലിബംഗലിലാണ് വരിക. ഇനി ട്രൈസസ് ഓഫ് കനാൽ കണ്ടെത്തിയത് ഷോർത്തുഗായിൽ നിന്നാണ്. അപ്പോൾ ഇതാ സൈറ്റും ഈ കാര്യങ്ങൾ ഈ ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് ഈസി ആയിട്ട് കിട്ടും അല്ലേ. അത് ആക്ച്വലി 4 മാർക്കിൻ്റെ ഒരു മാച്ച് ദ ഫോളോവിങ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അതായത് പലതരത്തിലുള്ള സൈറ്റും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള പല റിമൈൻസും. ഓക്കെ, സോ ഗ്രേറ്റ് ബാത്തിൽ നിന്ന് മോഹൻജദാരോയിൽ നിന്ന് ഗ്രേറ്റ് ബാത്ത്, ധോളവീരയിൽ നിന്ന് വാട്ടർ റിസർവെയർ കണ്ടെത്തി, കലിബംഗലിൽ നിന്ന് പ്ലഫ്ഡ് ഫീൽഡിൻ്റെ ആ ഒരു അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഷോർത്തുഗായിൽ നിന്ന് കനാലിൻ്റെ ട്രൈസസും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ അത്. ഇനി നെക്സ്റ്റ് നമുക്ക് ചോദിക്കുന്നത് ദ ഫസ്റ്റ് ഗോൾഡ് കോയിൻസ് വെർ ഇഷ്യൂഡ് ബൈ. ആദ്യത്തെ ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്ത് ആദ്യമായിട്ട് സ്വർണ്ണ നാണയങ്ങൾ ഇഷ്യൂ ചെയ്തത് ആരാന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് കുഷാനാസ് ആണ് കേട്ടോ. കുഷാനാസ് ആണ് ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ ചോദ്യം ബ്രഹ്മി സ്ക്രിപ്റ്റ് വായിച്ചത് ആരായിരുന്നു? എല്ലാവർക്കും അറിയായിരിക്കും, ജെയിംസ് പ്രിൻസപ്പ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമാണ്. ബ്രഹ്മി സ്ക്രിപ്റ്റ് വായിച്ചത് ജെയിംസ് പ്രിൻസപ്പ് ആണ്. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോവിങ് ടെമ്പിൾ വാസ് സിറ്റുവേറ്റഡ് ഇൻ ദ റോയൽ സെൻറ്റർ ഓഫ് ദ വിജയനഗരത്തിലെ റോയൽ സെൻറ്ററിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ടെമ്പിൾ ഏതാണ്? ഏത് ടെമ്പിളാണ്? ഹസാരാരാമ ടെമ്പിൾ അല്ലേ, ഹസാരാരാമ ടെമ്പിൾ അല്ലേ. ആക്ച്വലി നമുക്കറിയാം റോയൽ സെൻറ്ററിനകത്ത് ആകപ്പാടെ ഒരു ക്ഷേത്രത്തെ പറ്റിയിട്ട് പറയുന്നുള്ളൂ. അത് ഈ ഹസാരാരാമ ടെമ്പിളിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചോദ്യം കൃഷ്ണദേവരായ ബിലോങ്സ് ടു ദ ഡൈനാസ്റ്റി ഓഫ്. കൃഷ്ണദേവരായ ഇതിലേത് ഡൈനാസ്റ്റിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ഏതാണ്? തുളുവ ഡൈനാസ്റ്റിയിൽപ്പെട്ട വ്യക്തിയാണ് ആര്? കൃഷ്ണദേവരായ എന്ന് പറയുന്നത്. ഓക്കെ, തുളുവ ഡൈനാസ്റ്റിയിലാണ് കൃഷ്ണദേവരായ വരുന്നത്. ഇനി ആറാമത്തെ ചോദ്യം എ ചെറി ദാറ്റ് വിൽ ഡ്രോപ്പ് ഇൻ ടു അവർ മൗത്ത് വൺ ഡേ ഹൂ മെയ്ഡ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്മുടെ വായ്ക്കകത്ത് ഒരു ദിവസം വീഴാനുള്ള ഒരു ചെറിപ്പഴം എന്ന് പറഞ്ഞത് ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത് അവിടെ. ഓക്കെ, അവിടെ ആൻസറായിട്ട് വരുന്നത് ലോർഡ് ഡൽഹൌസിയാണ് കേട്ടോ. ഓപ്ഷൻ ബി ലോർഡ് ഡൽഹൌസിയാണ്. ഓക്കെ, ലോർഡ് ഡൽഹൌസിയാണ്. ആക്ച്വലി നമ്മുടെ അവധില്ലേ, അവധെന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തെ പറ്റിയിട്ട്, ആ ഒരു രാജ്യത്തെ പറ്റിയിട്ടാണ് ഇവിടെ ഈ ഒരു ചെറി എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് പെട്ടെന്ന് തന്നെ അവർ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും, അവധെന്ന് പറയുന്ന ആ ഒരു ചെറിയ രാജ്യത്തെ പിടിച്ചെടുക്കും എന്നുള്ള രീതിക്കാണ് അവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൂചിപ്പിക്കുന്നത്. ലോർഡ് ഡൽഹൌസിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. ഓക്കെ, റിലീഫ് ഓഫ് ലക്നൗ വാസ് പെയിൻറ്റഡ് ബൈ. ഓക്കെ, ഇത് ആക്ച്വലി 1857 വിപ്ലവം ഉണ്ടല്ലോ, ആ ഒരു വിപ്ലവമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആരാണ് പെയിൻറ്റ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. തോമസ് ജോൺസ് ബാർബറാണ്. ബാർക്കർ. തോമസ് ജോൺ ബാർക്കറാണ് എന്ത് ചെയ്തത്, ഈ ഒരു റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറയുന്ന ആ ഒരു ചിത്രം വരച്ചത്. ഓക്കെ, ഇനി നമ്മുടെ ക്രൊണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കറക്റ്റ് ആൻസർ നോക്കാം കേട്ടോ. ഇവിടെ ആദ്യം വരുന്നത് വാസ്കോഡ ഗാമ റീച്ച്ഡ് അറ്റ് കാപ്പാട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, ഒന്നാമത് വരുന്നത് അത് ആക്ച്വലി 1498 വാസ്കോഡ ഗാമ കാപ്പാടിലോട്ട് എത്തുന്നത്. രണ്ടാമത് വരുന്നത് ബാറ്റിൽ ഓഫ് കൊളച്ചലാണ്. ഓക്കെ, കൊളച്ചൽ യുദ്ധമാണ് രണ്ടാമത് വരിക. ആ ഒരു വർഷം എന്ന് പറയുന്നത് 1741. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത് വരുന്നത് കുണ്ടറ പ്രൊക്ലമേഷനാണ്. ഓക്കെ, കുണ്ടറ വിളംബരം അല്ലേ. സോ അതിൻ്റെ വർഷം 1809 കേട്ടോ. ഇനി നാലാമത് വരുന്നത് കുറിച്യ റിവോൾട്ടാണ് നാലാമത് വരുന്നത്. സോ അവിടെ 1812 കുറിച്യ റിവോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത് വാസ്കോഡ ഗാമ കാപ്പാട് എത്തുന്നു. അതേതാണ് ഇയർ? 1498. അടുത്ത കൊളച്ചൽ യുദ്ധം നടന്നത് 1741. നെക്സ്റ്റ് 1809 കുണ്ടറ പ്രൊക്ലമേഷൻ വരുന്നത്. നെക്സ്റ്റ് 1812 കുറിച്യ റിവോൾട്ട് നടന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്രൊണോളജിക്കൽ ഓർഡറിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ വർഷങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, എങ്കിൽ മാത്രമാണ് നമുക്കിതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മലയാളം മീഡിയത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. മാച്ച് ദ ഫോളോവിംഗ് ആണ് ഫസ്റ്റ് ചോദ്യം. വലിയ കുളം എവിടെ നിന്നായിരുന്നു കണ്ടെത്തിയത്?
യെസ്, മോഹൻജൊദാരോയിൽ നിന്നാണ് വലിയ കുളം കണ്ടെത്തിയത്. അടുത്ത് ജലസംഭരണി ധൊളാവീരയിൽ നിന്നാണ് ജലസംഭരണി കണ്ടെത്തിയത്. ഉഴുത നിലം എവിടെ നിന്നായിരുന്നു കണ്ടെത്തിയത്? കാളിബംഗലിൽ നിന്നാണ് ഉഴുത നിലം കണ്ടെത്തിയത്. കനാലിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയത് ഷോർത്തുഗായിൽ നിന്നായിരുന്നു. ഓക്കെ, ഷോർത്തുഗായ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടോപ്പിക്ക് പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വയ്ക്കുക. വേറെയും കുറേ കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുണ്ട്, വ്യക്തമായിട്ട് പഠിക്കുക. ഇതുപോലെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ എവിടെ കണ്ടു 4 മാർക്കിനാണ് ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, ആദ്യ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയത്, ആദ്യമായിട്ട് സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയത് ആരായിരുന്നു? കുഷാണന്മാരായിരുന്നു കേട്ടോ. കുഷാണന്മാരായിരുന്നു ആദ്യമായിട്ട് സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയത്. മൂന്നാമത്തെ ചോദ്യം, ബ്രഹ്മലിപി ആദ്യമായി വായിച്ചെടുത്തത് ആരാണ്? ജെയിംസ് പ്രിൻസപ്പാണ് ബ്രഹ്മലിപി ആദ്യമായിട്ട് വായിച്ചെടുത്തത്. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ വിജയനഗരത്തിലെ രാജകീയ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഇത്. ആകപ്പാടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, രാജകീയ കേന്ദ്രത്തിൽ ഒരൊറ്റ ക്ഷേത്രമേ ഉള്ളൂ. ഏതാണത്? ഹസാരരാമ ക്ഷേത്രം. ഓക്കെ, ഹസാരരാമ ക്ഷേത്രമാണ് രാജകീയ കേന്ദ്രത്തിൽ വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം, കൃഷ്ണദേവരായർ ഉൾപ്പെടുന്ന രാജവംശം ഏതാണ്? തുളുവ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തുളുവ രാജവംശത്തിലാണ് കൃഷ്ണദേവരായ വരുന്നത്. ഓക്കെ, ഇനി ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് ഈ ഒരു പ്രസ്താവന ആരുടേതാണ്? ഡൽഹൌസി പ്രഭുവിൻ്റെതാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി അവധ് എന്ന് പറയുന്ന ആ ഒരു എന്താണ് രാജ്യത്തെ അവർ പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കും എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡൽഹൌസി പ്രഭു പറഞ്ഞത്. ഓക്കെ, ഏഴാമത്തെ ചോദ്യം, റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറയുന്ന ചിത്രം വരച്ചത് ആരായിരുന്നു എന്നാണ്. ഓക്കെ, ആരാണ്? തോമസ് ജോൺസ് ബാർക്കറാണ് കേട്ടോ. അപ്പോൾ തോമസ് ജോൺസ് ബാർക്കറാണ് റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറയുന്ന ആ ഒരു ചിത്രം വരച്ചത്. ഇത് ആക്ച്വലി 1857 വിപ്ലവമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പിക്ചർ അവർ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തോമസ് ജോൺ ബാർക്കറാണ്. ഇനി അടുത്ത ക്രൊണോളജിക്കൽ ഓർഡറാണ്. ഇതിൻ്റെ കറക്റ്റ് ഓർഡർ ഞാനിവിടെ മാർക്ക് ചെയ്ത് തരാം. ഒന്നാമതായിട്ട് വരുന്നത് വാസ്കോഡ ഗാമ കാപ്പാട് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അതിൻ്റെ വർഷം വരുന്നത് 1498. രണ്ടാമത് വരുന്നത് നമ്മുടെ കുളച്ചൽ യുദ്ധമാണ് രണ്ടാമത് വരിക. അതിൻ്റെ വർഷം എന്ന് പറയുന്നത് 1741. മൂന്നാമത് വരുന്നത് കുണ്ടറ വിളംബരം തന്നെയാണ്. അതിൻ്റെ വർഷം 1809. ഇനി നാലാമത് വരുന്നത് കുറിച്യ കലാപം. ഓക്കെ, അതിൻ്റെ വർഷം എന്ന് പറയുന്നത് 1812. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് പഠിക്കാനുള്ള ചോദ്യങ്ങൾ 1 വേർഡ് സെക്ഷനിൽ നിന്ന് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് 2025 ഇംപ്രൂവ്മെൻറ്റ് ഹിസ്റ്ററി എന്ന് ചോദിച്ചിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് എപ്പോഴും ചോദിക്കുന്ന പോലെ ഒരു മാച്ച് ദ ഫോളോവിങ്. കുറിഞ്ചി. ഓക്കെ, കുറിഞ്ചി വരുന്നത് കുറിഞ്ചി എന്നൊക്കെ പറയാം. ഓക്കെ, സോ കുറിഞ്ഞി വരുന്നത് ഹില്ലി ഫോറസ്റ്റ് റീജിയൻ അല്ലേ, ഹില്ലി ഫോറസ്റ്റ് റീജിയനാണ് ഈ ഒരു കുറിഞ്ഞി എന്ന് പറയുന്നത്. പിന്നെ പാലൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡ്രൈ ലാൻഡ് ആണെന്നറിയാം. നെയ്തൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റൽ സോണാണ് നെയ്തൽ എന്ന് പറയുന്നത്. മരുതം വെറ്റ് പ്ലെയിൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു തിണകൾ പഠിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ടിത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ തിണകൾ ആരെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ വേഗം പോയി പഠിക്കുക. അത് ആക്ച്വലി ഞാനൊരു ക്ലാസ് ആയിട്ട് നമ്മുടെ ചാനലും ചെയ്തിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് ഇതുപോലെ 1 വേർഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ടസ് ആയിട്ടൊക്കെ വരുന്ന ചോദ്യമാണ്. ഇനി അടുത്ത് ക്രൊണോളജിക്കൽ ഓർഡറാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറഞ്ഞുതരാം. ഒന്നാമത് വരുന്നത് മലയാളി മെമ്മോറിയലാണ്. അത് ആക്ച്വലി 1891 അത് വരുന്നത് കേട്ടോ, സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മലയാളി മെമ്മോറിയൽ 1891 രണ്ടാമത് വരുന്നത് മലബാർ റെബല്യൻ ആണ് കേട്ടോ, മലബാർ റെബല്യൻ. അതിൻ്റെ വർഷം 1921. ഇനി മൂന്നാമത് വരുന്നത് വൈക്കം സത്യാഗ്രഹ. ഓക്കെ, അതിൻ്റെ വർഷം എന്ന് പറയുന്നത് 1924-25. ഓക്കെ, അടുത്ത നാലാമത് വരുന്നത് ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹയാണ്. അതിൻ്റെ വർഷം 1931-32. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. മലയാളി മെമ്മോറിയൽ 1891, മലബാർ റെബല്യൻ 1921, വൈക്കം സത്യാഗ്രഹ 1924-25, ഗുരുവായൂർ സത്യാഗ്രഹ 1931-32. ഓക്കെ, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് തരാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ ചോദ്യം. ബുദ്ധൻ ജനിച്ച സ്ഥലം, ബുദ്ധൻ്റെ ബർത്ത് പ്ലേസ് ആണ് ചോദിക്കുന്നത്. എവിടെയാണ്? ലുംബിനി അല്ലേ, എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ലുംബിനിയാണ് ആൻസറായിട്ട് വരിക. ഇനി ഐഡൻറ്റിഫൈ ദ കൺട്രി ഓഫ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ ഏത് രാജ്യക്കാരനാണെന്നാണ് ചോദിക്കുന്നത്. ഗ്രീസാണ്. ഓക്കെ, ഗ്രീസാണ് അരിസ്റ്റോട്ടിലിൻ്റെ ജന്മനാടെന്ന് പറയുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം. ഹു ഈസ് നോൺ ആസ് ഗരീബ് നവാസ്. ഗരീബ് നവാസ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഖ്വാജ മൊയ്നുദ്ദീനാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഖ്വാജ മൊയ്നുദ്ദീനാണ് ഗരീബ് നവാസ് എന്നറിയപ്പെടുന്നത്. ആറാമത്തെ ചോദ്യം. വാട്ട് ഈസ് ഷാദിനാമ. ഷാദിനാമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വെഡ്ഡിങ് സോങ്സ് ആണല്ലേ. അപ്പോൾ ഷാദി അല്ലേ, വെഡ്ഡിങ് ആണ്, അങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ, ഷാദിനാമ വെഡ്ഡിങ് സോങ്സ് ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഏഴാമത്തെ ചോദ്യം. നെയിം ദ ഫൗണ്ടർ ഓഫ് ആത്മവിദ്യാസംഘം.
ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? വാഗ്ഭടാനന്ദ. ഓക്കെ, വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ഇനി എട്ടാമത്തെ ചോദ്യം, ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ ഓഫ് 1936 വാസ് ഹെൽഡ് അറ്റ്. ഓക്കെ, ഇലക്ട്രിസിറ്റി അജിറ്റേഷനാണ് എവിടെ നടന്നു എന്നാണ് ചോദിക്കുന്നത്. തൃശ്ശൂരിലായിരുന്നു കേട്ടോ നടന്നത്. അപ്പോൾ നമ്മുടെ തൃശ്ശൂരിലാണ് ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ 1936 നടന്നത്. ഇതധികം ശ്രദ്ധിക്കാതെ പോകുന്നൊരു ചോദ്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ തൃശ്ശൂരിൽ 1936 നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മലയാളം എഴുത്തുള്ള ക്വസ്റ്റ്യൻസ് കൂടി നോക്കിയിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ആക്കാം. ഓക്കെ, സോ മാച്ച് ദ ഫോളോവിംഗ് ആണ് ഒന്നാമത്. കുറിഞ്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വനനിബിഡമായ കുന്നിൻ പ്രദേശമാണ് കുറിഞ്ചി അല്ലേ. പാലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരണ്ട പ്രദേശമാണ് പാലൈ. നെയ്തൽ തീരപ്രദേശമാണ്. മരുതം നനവുള്ള സമതലങ്ങളാണ്. അപ്പോൾ തിണകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ തിണകൾ ആരെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ വേഗം പോയി പഠിക്കുക. തിണകൾ നമ്മൾ ക്ലാസ്സായിട്ട് നമ്മുടെ ചാനലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അത് ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ വരുന്നൊരു ചോദ്യമാണ്. ഇനി അടുത്ത് നമ്മുടെ കാലഗണനാ ക്രമമാണ് തന്നിട്ടുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ ആൻസർ ഒന്ന് മാർക്ക് ചെയ്ത് തരാം. ആദ്യം വരുന്നത് മലയാളി മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയലിൻ്റെ വർഷം 1891. ഓക്കെ, രണ്ടാമത് വരുന്നത് മലബാർ കലാപം. മലബാർ കലാപത്തിൻ്റെ വർഷം 1921. ഓക്കെ, മൂന്നാമത് വരുന്നത് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വർഷം 1924-25 കേട്ടോ. ഇനി നാലാമത് വരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. അതിൻ്റെ വർഷം 1931-32. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമ്മുടെ മലയാളി മെമ്മോറിയൽ 1891, മലബാർ ദറ്റ് ഈസ് എന്താണ് ഓക്കെ മലയാളി മെമ്മോറിയൽ 1891, മാപ്പിള കലാപം അല്ലെങ്കിൽ മലബാർ കലാപം എന്ന് പറയുന്നത് 1921, വൈക്കം സത്യാഗ്രഹം 1924-25, ഗുരുവായൂർ സത്യാഗ്രഹം 1931-32 വരുന്നത്. ഓക്കെ അല്ലേ. ഇനി മൂന്നാമത്തെ ചോദ്യം, ബുദ്ധൻ ജനിച്ച സ്ഥലത്തിൻ്റെ പേര് എഴുതുക എന്നുള്ളതാണ്. ഏതാണ്? ലുംബിനിയാണ് അല്ലേ. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അരിസ്റ്റോട്ടലിൻ്റെ രാജ്യം ഏതാണ്? ഗ്രീസാണ് അരിസ്റ്റോട്ടലിൻ്റെ രാജ്യം എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഗരീബ് നവാസ് എന്നറിയപ്പെട്ടത് ആരായിരുന്നു? ഖ്വാജ മൊയിനുദ്ദീനാണ് ഗരീബ് നവാസ് എന്നറിയപ്പെട്ടത്. ഷാദിനാമ എന്നാൽ എന്താണ്? കല്യാണ പാട്ടുകളാണ് ഷാദിനാമ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഇനി ഏഴാമത്തെ ചോദ്യം, ആത്മവിദ്യാസംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ് കേട്ടോ. ഓക്കെ, PSCക്കൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ആത്മവിദ്യാസംഘത്തിൻ്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദനാണ്. ഇനി 1936 വൈദ്യുതി പ്രക്ഷോഭം നടന്ന സ്ഥലം ഏതാണ്? തൃശ്ശൂരാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ തൃശ്ശൂരിൽ വെച്ചിട്ടാണ് വൈദ്യുതി പ്രക്ഷോഭം 1936 നടന്നിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് തരാനും മറന്നു പോകരുത്. അതുമാത്രമല്ല, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. വീഡിയോ ലെന്ത് കൂടിപ്പോകുന്നതുകൊണ്ടാണ്. പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ, ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും പെട്ടെന്നൊന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്യാവശ്യം സ്പീഡായി പോയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് ഞാൻ ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് എസ്സേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ആൻഡ് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്ലേലിസ്റ്റ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളത് നോക്കി നിങ്ങൾ കണ്ടു നോക്കട്ടെ. ആവശ്യമുള്ളവർക്കൊന്ന് സെർച്ച് ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. താങ്ക് യു.